ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 4ാം ക്ലാസ്സിലെ EVSലെ 4ാമത്തെ പാഠഭാഗമായിട്ടുള്ള കലാകേരളം എന്നുള്ള പാഠഭാഗവും ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ്. വിലയിരുത്തൽ പ്രവർത്തനവും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. കലാകേരളം, കേരളത്തിലെ കലയെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. നമുക്ക് പാഠഭാഗം വായിക്കാം, അതിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തനങ്ങൾ കൂടെ പറഞ്ഞു നോക്കാം. ആദ്യമായി എനിക്കിന്ന് സ്കൂൾ കലോത്സവത്തിൽ 2 സമ്മാനങ്ങൾ കിട്ടി. നാടോടി നൃത്ത മത്സരത്തിന് 1ാം സമ്മാനം, ലളിതഗാനത്തിന് 2ാം സമ്മാനവും. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ അവതരിപ്പിച്ച നാടകത്തിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സനൂജിൻ്റെ പ്രസംഗവും നിളയുടെ മോണോ ആക്റ്റുമായിരുന്നു. ഇത് നീതുവിൻ്റെ ഡയറിയാണ്. അപ്പോൾ നീതുവിൻ്റെ ഡയറി നമ്മൾ വായിച്ചു നോക്കി അല്ലേ. നീതുവിന് ഏതൊക്കെ മത്സരങ്ങളിലാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത്? നീതുവിന് ലഭിച്ചത് ഇവിടെ പറയുന്നുണ്ട്, നാടോടി നൃത്തത്തിനും ലളിതഗാനത്തിനും ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് നാടോടി നൃത്തം, ലളിതഗാനം, ഈ 2നും ആയിരുന്നു. ഇനി സ്കൂൾ കലോത്സവത്തിൽ ഏതൊക്കെ മത്സരങ്ങളാണ് നടത്താറുള്ളത്? നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ കലോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കലോത്സവങ്ങളുടെ ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടുകാർക്ക് എഴുതാം. ഒപ്പന, ദഫ്മുട്ട്, തിരുവാതിരക്കളി, സംഘനൃത്തം, ലളിതഗാനം, അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം, മോണോ ആക്ട്, മൈമ്, അങ്ങനെ എല്ലാതും നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി സ്റ്റേജിൽ അവതരിപ്പിക്കുന്നവ ഏതൊക്കെ, സ്റ്റേജ് ആവശ്യമില്ലാത്ത ഇനങ്ങൾ ഏതൊക്കെയെന്ന് പട്ടികപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? ഒപ്പന, സംഘനൃത്തം, നാടോടി നൃത്തം, ദഫ്മുട്ട്, തിരുവാതിരക്കളി, അതൊക്കെ സ്റ്റേജിലാണ് അവതരിപ്പിക്കാറുള്ളത്. ഇനി സ്റ്റേജ് ആവശ്യമില്ലാത്തവ ഏതൊക്കെയാണ്? പ്രസംഗം, ലളിതഗാനം, നാടൻപാട്ട്, കവിതാ പാരായണം, ഇതിനൊന്നും സ്റ്റേജിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കൂട്ടുകാർ രണ്ടും വേറെ വേറെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. പത്രത്തിൽ കലോത്സവ വിജയികളുടെ വർണ്ണചിത്രങ്ങൾ കണ്ട നിള അമ്മയോട് ചോദിച്ചു, തിരുവാതിരക്കളി പെൺകുട്ടികൾ മാത്രമാണോ അമ്മയെ അവതരിപ്പിക്കുന്നത്? അമ്മ എന്താ പറയാ? അതേ മോളെ, തിരുവാതിരക്കളി സ്ത്രീകളുടെ സംഘനൃത്തമാണ്. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കൈകൊട്ടിയാണ് ഇത് കളിക്കുന്നത്. നിള, അമ്മയെ കലോത്സവത്തിൽ മാർഗം കളി അവതരിപ്പിച്ചപ്പോഴും നിലവിളക്ക് ഉണ്ടായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. അപ്പം അമ്മ പറയാണ്, അതേ, മാർഗം കളിക്കും നടുവിൽ നിലവിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ് മാർഗം കളിക്ക് ആലപിക്കുന്നത്. മാർഗം കളിക്ക് ചട്ടയും മുണ്ടുമാണ് വേഷം, തിരുവാതിരയ്ക്ക് കേരളീയ വേഷമാണ് ധരിക്കുക. അപ്പോൾ 2നും നിലവിളക്കുണ്ട്, പക്ഷെ 2നും 2 രീതിയിലുള്ള വേഷമാണ്, അതുപോലെ തന്നെ 2 രീതിയിലുള്ള ഗാനങ്ങളുമാണ് ഉണ്ടാവാറുള്ളത്. അമ്മ, സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് കളിക്കുന്ന മറ്റേതെങ്കിലും കലാരൂപം അറിയാമോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. അപ്പം നിള പറയാണ്, ഒപ്പനയും വട്ടപ്പാട്ടും ഒക്കെ വട്ടത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത്. അമ്മ, ശരിയാ, മുസ്ലിം സമൂഹത്തിൽ പ്രചാരത്തിലുള്ള ഒപ്പനയും വട്ടപ്പാട്ടും വട്ടത്തിൽ നിന്നു തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഒപ്പന കളിക്കുമ്പോൾ നടുവിൽ ഒരാളെ ഇരുത്തുന്നത് കണ്ടിട്ടില്ലേ? നിള, അത് കല്യാണ പെണ്ണിനെയല്ലേ? അപ്പം അമ്മ പറയാണ്, അതേ, വിവാഹാഘോഷങ്ങളിലെ സംഘനൃത്തമാണല്ലോ ഒപ്പന. വധുവിന്റെ ചുറ്റും നിന്നാണ് നൃത്തം ചെയ്യുന്നത്. വട്ടപ്പാട്ട് ആരാണ് അവതരിപ്പിക്കുന്നതെന്ന് അറിയാമോ? വട്ടപ്പാട്ട് ആരാണ്? ആൺകുട്ടികളാണല്ലേ. ഒപ്പന പെൺകുട്ടികളാണെങ്കിൽ വട്ടപ്പാട്ട് ആൺകുട്ടികളാണ്. അമ്മ പറയാണ്, അതേ, പുരുഷന്മാരാണ് വട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത്, അതുകൊണ്ട് അതിനെ ആണൊപ്പന എന്നും പറയാറുണ്ട്. അമ്മേ, മംഗലം കളിയും വട്ടത്തിൽ നിന്നാണല്ലോ അവതരിപ്പിക്കുന്നത്. പത്രത്തിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. അപ്പം അമ്മ പറയാണ്, മംഗലം കളി എന്ന് പറയുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് പ്രചാരത്തിലുള്ളത്. അതും കല്യാണത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന കലാരൂപമാണ്. നിള പറയാണ്, മംഗലം കളിയും സ്ത്രീകളല്ലേ കളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം അമ്മ പറയാണ്, പ്രധാനമായിട്ടും സ്ത്രീകളുടെ സംഘമാണ് മംഗലം കളി അവതരിപ്പിക്കുന്നത്. പുരുഷന്മാർ പാട്ടുപാടുകയും കൈകൊട്ടുകയും ചെയ്യുന്നു. കല്യാണ കളി എന്നും ഇതിന് പേരുണ്ട്. അപ്പം മംഗലം കളിക്ക് മറ്റൊരു പേരാണ് കല്യാണക്കളി എന്ന് പറയുന്നത്. തുടർന്ന് തെക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള വില്ലൊടിച്ചാൽ പാട്ടിനെ കുറിച്ചും അമ്മ വിവരിച്ചു. വില്ലൊടിച്ചാൻ പാട്ട് വാദ്യോപകരണം എന്ന നിലയിൽ തയ്യാറാക്കിയ വലിയ വില്ല്, കുടം, മണികെട്ടിയ കോലി എന്നിവ ഉപയോഗിച്ച് താളമിട്ടുകൊണ്ടാണ് വില്ലടിച്ചാൻ പാട്ട് അവതരിപ്പിക്കുന്നത്. അംഗവിക്ഷേപങ്ങളും അഭിനയവും കൊണ്ട് പാട്ടിന് ദൃശ്യപൊലിമ വരുത്തുകയാണ് ചെയ്യാറുള്ളത് എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ചിത്രത്തിലുള്ളതാണ് വില്ലടിച്ചാൻ പാട്ട് എന്ന് പറയുന്നത്. കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാനും കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വില്ലടിച്ചാൻ പാട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ കേരളീയ വേഷം ധരിച്ച സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് പാട്ടുപാടി തിരുവാതിര കളിക്കുന്നു. അതുപോലെ മാർഗം കളിക്ക് ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന ഗാനങ്ങളാണ് ആലപിക്കുന്നത്. മണവാളിന്റെ ഗുണഗണങ്ങൾ മണവാട്ടിക്ക് മുമ്പിൽ ഒപ്പനപ്പാട്ടിലൂടെ അവതരിപ്പിക്കുകയാണ് ഒപ്പനയിൽ ചെയ്യുന്നത്. നായാട്ട്, തൊഴിൽ, അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതു വിഷയവും മംഗലം കളിപ്പാട്ടിന്റെ വിഷയമാകാം. വില്ലടിച്ചാൻ പാട്ട് വന്ദനഗാനത്തോടെയാണ് ആരംഭിക്കുന്നത്. തുടർന്ന് കഥാഗാനങ്ങളാണ് അവതരിപ്പിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിവിടെ ഒന്ന് അപഗ്രഥിച്ച് എഴുതിയതാണെന്ന് മാത്രം. ഇനി ഇവിടെ തെയ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. കലാബോധവും ഈശ്വരഭക്തിയും സമ്മേളിക്കുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം എന്ന് പറയുന്നത്. വടക്കൻ കേരളത്തിലാണ് തെയ്യം എന്ന കലാരൂപം പ്രചാരത്തിലുള്ളത്. ഇതിന് തെയ്യാട്ടം, കളിയാട്ടം എന്നീ പേരുകളുമുണ്ട്. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിന്റെ ഉൽപ്പത്തി എന്ന് അഭിപ്രായമുണ്ട്. അതിനാൽ തെയ്യാട്ടം ദൈവത്തിന്റെ കോലം കെട്ടിയ ആട്ടമാണെന്ന് പറയാം. നിയതമായ ഒരു അവതരണ ക്രമം തെയ്യാട്ടത്തിനുണ്ട്. പ്രധാന വാദ്യം ചെണ്ടയാണ്. കൂടാതെ മദ്ദളം, ഇലത്താളം, കൊമ്പ് എന്നിവയും ഉപയോഗിക്കുന്നു. വാദ്യമേളത്തിന്റെ താളത്തിനനുസരിച്ച് നടക്കുന്നതാണ് തെയ്യാട്ടം എന്ന് പറയുന്നത്. അപ്പൊ തെയ്യാട്ടം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ, ഏതൊക്കെ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന പദപ്രശ്നം ചിത്രങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പൊ താഴെയുള്ളതിന്റെ ഉത്തരം പറഞ്ഞു തരാം. അത് കൂട്ടുകാർ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മാത്രം മതി. ഇവിടെ വലത്തോട്ട് നോക്കൂ. വലത്തോട്ട് ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഏത് കളിയാണ്? മംഗലം കളിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ മംഗലം കളി എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് തെയ്യമാണ്. അഞ്ചാമത്തെ ചിത്രം മാർഗം കളിയാണ്. താഴോട്ട് ഏഴാമത്തേത് കഥകളിയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ രണ്ടാമത്തേത് ഒപ്പനയാണ്. നാലാമത്തേത് തെയ്യത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം എന്ന് പറയുന്നത് ഏതാണ്? ചെണ്ടയാണ്. ഇനി ആറാമത്തേത് എന്താണ്? തിരുവാതിരക്കളിയാണ്. അപ്പൊ ആറാമത്തേത് എന്നുള്ളിടത്ത് അവിടെ എന്തെഴുതുക? തിരുവാതിരക്കളി എന്ന് എഴുതി കൊടുക്കാം. ഇനി ചിത്രത്തിൽ കാണുന്ന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തേത് എന്താണ്? ഭരതനാട്യമാണ്. ഭരതനാട്യം, ഇത് ചാക്യാർ കൂത്താണ്, ഇത് കേരള നടനമാണ്, ഇത് നാടോടി നൃത്തമാണ്. അപ്പൊ ജസ്റ്റ് ആ പേരുകളൊന്ന് എഴുതിയാൽ മാത്രം മതി. 1 ഭരതനാട്യം, 2 ചാക്യാർ കൂത്ത്, 3 കേരള നടനം, 4 നാടോടി നൃത്തം. ഇനി ഈ കലാരൂപങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവരുടെ ചിത്രം കൂടെ ശേഖരിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഇനി നീതുവിന് കലോത്സവത്തിന് 2ാം സ്ഥാനം ലഭിച്ചത് ഏത് ഇനത്തിലാണ്? അവിടെ പറയുന്നുണ്ട് അല്ലെ, ഏത് ഇനത്തിലാണെന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ലളിതഗാനം പോലെ സംഗീതത്തിനു മാത്രം പ്രാധാന്യമുള്ള മറ്റേതൊക്കെ സംഗീത രൂപങ്ങളുണ്ട്? നീതുവിന് 2ാം സ്ഥാനം ലഭിച്ചത് ലളിതഗാനത്തിനായിരുന്നു. അപ്പൊ ഇതേപോലെ തന്നെയുള്ളതാണ് കർണാടക സംഗീതം, നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട്, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയവയൊക്കെ. അപ്പൊ അവിടെ എഴുതി കൊടുക്കേണ്ടത് നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട്, ശാസ്ത്രീയ സംഗീതം എന്നൊക്കെ എഴുതി കൊടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന വായ്ത്താരി എല്ലാവരും ചേർന്ന് പാടിയാലോ? ഓ തിത്തിത്താര തിത്തേയ് തിത്തേയ് തകതൈതോ. ഇത് എല്ലാവരും ചേർന്ന് പാടാനാണ് പറയുന്നത്. കൂടുതൽ വരികൾ പാടി നോക്കാനും പറയുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിൽ ജസ്റ്റ് കൂട്ടുകാരെ ഒന്ന് പാടി നോക്കുന്നത് നന്നായിരിക്കും. ഇതെന്താണ്? ഇതാണ് നാടൻ പാട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ശരിക്കും നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ? തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വായ്മൊഴിയായി പകർന്നു വന്നവയാണ് നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത്. ഇവ സംഭാഷണ ഭാഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവയാണ്. ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷി, തൊഴിൽ, വിനോദം, ആചാരം എന്നിങ്ങനെ അനേകം വിഭാഗങ്ങളിലുമുള്ള നാടൻ പാട്ടുകൾ ഉണ്ട്. ഇനി എന്താണ് ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞാൽ? കൃത്യമായ ആലാപന രീതികളോടും ചിട്ടകളോടും കൂടി അവതരിപ്പിക്കുന്ന സംഗീത വിഭാഗമാണ് ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതത്തിന് 2 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കർണാടക സംഗീതത്തിനും ഹിന്ദുസ്ഥാനി സംഗീതത്തിനും കേരളം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സംഗീതജ്ഞനായ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അദ്ദേഹം മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായി 500-ലധികം കൃതികൾ രചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത് കൃത്യമായ ആലാപന രീതിയും ചിട്ടകളും അതിനുണ്ടായിരിക്കും. ആ രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അടുത്തത് മാപ്പിളപ്പാട്ടാണ്. മുസ്ലിം സമൂഹത്തിൽ ഏറെ പ്രചാരമുള്ള പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ. വടക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്ന പ്രത്യേക മലയാള ഭാഷയിലാണ് ഈ പാട്ടുകൾ കൂടുതലും രചിച്ചിട്ടുള്ളത്. മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ പ്രമുഖൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്കൂൾ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്, പെയിന്റിങ് തുടങ്ങിയ മത്സരങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതി കൊടുക്കുക. ഇനി താഴെയുള്ള ചിത്രങ്ങൾ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ എവിടെയെങ്കിലൊക്കെ. ഇതെന്താണ്? ഇവ ലോക പ്രശസ്ത ചിത്രകാരനും കേരളീയനുമായ രാജാരാം രവിവർമ്മ രചിച്ചതാണ്. ആധുനിക ചിത്രകലയെ കേരളത്തിന് പരിചയപ്പെടുത്തിയത് ഇദ്ദേഹമാണ്.
സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രാജാര രവിവർമ്മയുടെ ചിത്രങ്ങൾക്ക് ചലനശേഷി നൽകിയ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. രാജാ രവിവർമ്മയുടെ വരച്ച ചിത്രങ്ങളുടെ പകർപ്പുകൾ ശേഖരിച്ച് സ്കൂളിൽ ഒരു ചിത്ര പ്രദർശനം നടത്താനും പറയുന്നുണ്ട്. ഇനി ഉത്സവങ്ങളിലെ ആഘോഷങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. പൂരം കാണാൻ കൊണ്ടുപോകണമെന്ന് അമ്മയോട് പറയണം. അപ്പൊ ഏറ്റവും വലിയ പൂരം എന്താണ്? ഉത്സവങ്ങളിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ് അല്ലെ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. നിങ്ങളുടെ നാട്ടിലും ഉത്സവങ്ങളില്ലേ? ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുഭാഗത്തും അമ്പലങ്ങൾ ഉണ്ടായിരിക്കും, അവിടെ ഉത്സവങ്ങളൊക്കെ നടത്താറുണ്ടാവും അല്ലെ. അപ്പോൾ ഇവിടെ അവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ചുമർ പത്രിക തയ്യാറാക്കാനാണ്. പിന്നെ പറയുന്നത് മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. ഈ ഓണപ്പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. തുടർന്നുള്ള വരികൾ കൂടി കണ്ടെത്തി ഈണത്തിൽ ചൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഇനി നിലയുടെ സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്കൂളിലും ഓണാഘോഷം വളരെ വിപുലമായിട്ട് നടത്താറുണ്ട് അല്ലെ. പൂക്കളുണ്ടായിരിക്കും, സദ്യ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബാക്കിയുള്ള വടംവലി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, അങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികളും ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കൂളിലും വീട്ടിലും എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് സയൻസ് ഡയറിയിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ EVS നോട്ടിൽ എഴുതാം എങ്ങനെയാണ് സ്കൂളിൽ നടത്തിയത്, എങ്ങനെയാണ് വീട്ടിൽ നടത്തിയത് എന്നുള്ളതൊക്കെ. ചിത്രത്തിൽ കാണുന്ന ആഘോഷത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇതെന്താണ്? ക്രിസ്മസ് ആഘോഷമാണ് അല്ലെ. ഇനി അടുത്തത് ഏതാണ്? ഇത് നമ്മുടെ പെരുന്നാൾ ആഘോഷമാണ്. അപ്പൊ ഈ രണ്ട് ആഘോഷങ്ങളെ കുറിച്ചൊരു ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി നോക്കാം. അടുത്ത പ്രവർത്തനം വിലയിരുത്താം എന്ന പ്രവർത്തനമാണ്. വളരെ ചെറിയൊരു പാഠഭാഗമാണിത്. വിലയിരുത്താം എന്ന പ്രവർത്തനത്തിലെ ആദ്യത്തേത് നോക്കാം. യോജിക്കുന്നവ വരച്ചു ചേർക്കാനാണ് പറയുന്നത്. ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖൻ ആരാണ്? ലോകപ്രശസ്ത ചിത്രകാരൻ ആരാണ്? സംഗീതജ്ഞനായ ഭരണാധികാരി ആരാണ്? എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. ആരാണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ എങ്ങോട്ട് മാച്ച് ചെയ്യണം? കുഞ്ചൻ നമ്പ്യാരിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖൻ എന്ന് പറയുന്നത് ആരാണ്? മോയിൻകുട്ടി വൈദ്യനാണ്. മോയിൻകുട്ടി വൈദ്യർ. ഇനി ലോകപ്രശസ്ത ചിത്രകാരൻ എന്ന് പറയുന്നത് രാജാ രവിവർമ്മയാണ്. അടുത്തത് സംഗീതജ്ഞനായ ഭരണാധികാരി സ്വാതി തിരുനാളാണ്. അപ്പൊ ഇങ്ങനെയാണ് കൂട്ടുകാർ ഇത് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രാദേശിക കലകൾ ഏതെല്ലാം? കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ എന്തൊക്കെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് കലകളുണ്ട്. അപ്പൊ കുറച്ച് ടീച്ചർ പറഞ്ഞു തരാം, ബാക്കി കൂട്ടുകാരെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഒന്ന് കഥകളിയാണ്. കേരളത്തിൻ്റെ ആവിഷ്കാര ശേഷിയും നാടകീയതയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ആഖ്യാന നൃത്തനാടകമാണ്. അതിശയകരമായ വേഷഭൂഷണങ്ങളും മുഖചിത്രങ്ങളും സംഗീതവും ചലനങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളാണ്. രണ്ടാമത് തെയ്യമാണ്. വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട് വളർന്ന ഈ ദൈവനാടകം ശക്തമായ ഭക്തിപ്രകടനമാണ്. തീയും ചങ്ങും പാറയും ഉൾപ്പെടെ ആവേശകരമായ ചടങ്ങുകളോടെയാണ് ഇത് നടക്കുന്നത്. മൂന്ന് മോഹിനിയാട്ടമാണ്. സ്ത്രീകളുടെ സുന്ദരമായ ഭാവപ്രകടനങ്ങൾക്ക് പ്രസിദ്ധമായ നൃത്തരൂപം. മൃദുലമായ ചലനങ്ങളും ഭാവപ്രകടനങ്ങളും ഇതിൻ്റെ സവിശേഷതയാണ്. 4 കൂത്തും കൂടിയാട്ടവുമാണ്. ക്ഷേത്ര നാടകങ്ങളായ ഇവ സംസ്കൃത നാടകങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. കൂത്തിൽ ഹാസ്യവും സമൂഹ വിമർശനവും നിറഞ്ഞിരിക്കും. കൂടിയാട്ടം യുനെസ്കോ പൈതൃക പട്ടികയിലുമുണ്ട്. അടുത്തത് അഞ്ചാമത്തത് ഒപ്പനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ വിവാഹാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ നൃത്തഗാനം, കയ്യടിയും സംഗീതവും കൂട്ടായ്മയും ഇതിൻ്റെ ആകർഷണമാണ്. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ 5 കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. ടീച്ചറിന്റെ സഹായത്തോടെ ഒരു കലാപ്രതിഭയെ സ്കൂളിലേക്ക് ക്ഷണിക്കുക. കലാപ്രകടനം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കേരളത്തിലെ കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു കൊളാഷ് നിർമ്മിക്കാൻ, ഓണവുമായി ബന്ധപ്പെട്ട കളികളും കലാരൂപങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി പതിപ്പ് തയ്യാറാക്കുക. ഇതൊക്കെ തുടർ പ്രവർത്തനങ്ങൾ ആണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കഴിയാണ്. അടുത്ത ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2 ആണ്. അതിലാണ് നമുക്ക് അടുത്ത പാഠഭാഗമായിട്ടുള്ള പല രൂപത്തിൽ നമുക്ക് ചുറ്റും എന്നുള്ള പാഠഭാഗമുള്ളത്. അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.